എല്ലാവർക്കും ഡീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശ ഉണ്ടാക്കുന്ന റെസിപ്പി ആയിട്ടാണ്. റാഗി കൊണ്ടാണ് നമ്മളിന്ന് ദോശ ഉണ്ടാക്കുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ റാഗി കൊണ്ട് ദോശ ഉണ്ടാക്കിയാൽ കുട്ടികളൊന്നും കഴിക്കില്ല, പക്ഷേ ഇതുപോലെ ഉണ്ടാക്കിയാൽ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിക്കും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു അരക്കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 1/4 കപ്പ് മുത്താറിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കഴുകിയെടുത്ത് കുതിർക്കാൻ വെക്കണം. അപ്പോൾ ഞാനിവിടെ രാത്രിയാണ് കുതിർത്ത് വെക്കുന്നത്, രാവിലെ അരച്ചെടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിതാ നല്ലതുപോലെ കഴുകിയെടുത്തിട്ട് വരാം. അതിനുശേഷം നമ്മൾ മൂടി വെച്ച് കുതിർത്തെടുക്കണം. ഇനിയിപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട്. ഇത് കഴുകിയെടുത്ത് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടി ഒരു മിക്സിൻ്റെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകിയ അരിയും മുത്താറിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു 3 ചുവന്നുള്ളിയാണ്. ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചോറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ ചോറല്ല ഇട്ട് കൊടുക്കുന്നത്, വെള്ള അവിലാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിരിക്കും ദോശക്ക് അവലിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂണോളം അവിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അരച്ചൊഴിക്കുന്ന പാത്രത്തിൽ നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അരച്ചെടുക്കാം. അരിയെല്ലാം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി പാകത്തിന് ലൂസാക്കി എടുക്കണം. നമ്മൾ ഇരുമ്പിൻ്റെ ദോശച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയിലാണ് മാവ് വേണ്ടത്. ഞാനിവിടെ നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി നേർത്തതായിട്ടാണ് ആക്കിയിട്ടുള്ളത്. നോൺ സ്റ്റിക്കിൽ ചുട്ടെടുക്കുമ്പോൾ വളരെ നേരിയ ദോശയാക്കി ചുട്ടെടുക്കാം. ഇരുമ്പിൻ്റെ ചട്ടിയിലാകുമ്പോൾ കുറച്ച് കട്ടിയിൽ എടുക്കണം, അല്ലെങ്കിൽ ചട്ടിയിൽ ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. ആദ്യം നല്ലതുപോലെ എണ്ണ പുരട്ടിയതിന് ശേഷമാണ് ഇരുമ്പിൻ്റെ ചട്ടിയിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. നോൺ സ്റ്റിക്കിൽ എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഇതാ ഞാൻ 2 ടേബിൾ സ്പൂൺ നെയ്യും 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ദോശേൻ്റെ മേലെ പുരട്ടി കൊടുക്കാനുള്ളതാണത്. ഇനിയിപ്പോൾ ഇതാ പാൻ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതുപോലെ ഓരോ തവിയെടുത്ത് ഇതുപോലെ ചുറ്റിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 2 ഭാഗവും നല്ലതുപോലെ ബ്രൗൺ കളർ ആകുന്നത് വരെ വേവിച്ചെടുക്കണം. ദോശ ഇപ്പോൾ ഒരു ഭാഗമായിട്ടുണ്ട്. ഇനി തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെ നമുക്ക് നെയ്യും ഓയിലും മിക്സ് ചെയ്തത് തടവി കൊടുക്കാം. അതിനുശേഷം തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ഇത് മറ്റേ ഭാഗം ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി. അടുത്തതും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ദോശ ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയാണിത്. ആ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അടുത്തതും ഇതുപോലെ ചെയ്തെടുക്കാം. കാൽസ്യം, പ്രോട്ടീൻ, നാരുകൾ എന്നിവയെല്ലാം കൊണ്ട് സമ്പുഷ്ടമാണ് റാഗി. ഇപ്പോൾ ഇത് ദോശയെല്ലാം ഇവിടെ റെഡിയായിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ദോശയാണ്. ഒരു തവണ ഇതുപോലെ ഉണ്ടാക്കിയാൽ പിന്നെ ഇതുപോലെ ഉണ്ടാക്കൂ. റാഗി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കുറച്ച് അരിയോ ഗോതമ്പ് പൊടിയോ ഒക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കിയാലാണ് എല്ലാവരും കഴിക്കുക. തനിയെ ഉണ്ടാക്കിയാൽ ചിലപ്പോൾ കഴിച്ചെന്ന് വരില്ല. അപ്പോൾ ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. റാഗി എല്ലുകളുടെ ബലം മെച്ചപ്പെടുത്താനും വിളർച്ച തടയാനും പ്രമേഹം കുറയ്ക്കാനും ശരീരഭാരം കുറയ്ക്കാനും ഏറെ ഗുണകരമാണ്. ഒരു തവണ ഉണ്ടാക്കി നോക്കി എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ. എന്ന അടുത്ത റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം.